മനുഷ്യനെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുവാൻ വർഗീയ ശക്തികൾ തക്കം പാർത്തിരിക്കുന്ന കാലഘട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരേന്ത്യയിൽ പള്ളികളുടെ മുന്നിൽ ടാർപോളിനിട്ടപ്പോൾ ഇവിടെ പള്ളിമുറ്റത്ത് പൊങ്കാലയിട്ട നാടാണിതെന്നും മുഖ്യമന്ത്രി. അടുത്ത ജന്മത്തിൽ പൂണൂലിടുന്ന ബ്രാഹ്മണനാകണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നു. അത്തരക്കാർക്കെതിരെ ജാഗ്രത വേണമെന്നും അദ്ദേഹം ചേർത്തലയിൽ പറഞ്ഞു. പുരോഗമന കേരളത്തിൽ ഒരു കാലത്ത് കെട്ടടങ്ങിയിരുന്ന വർഗീയതയുടെ ആശയങ്ങൾ യാതൊരു മറയും കൂടാതെ ഇന്ന് പുറത്തു വരുന്നു. ഉന്നതകുലജാതനായി പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നു. പറ്റുമെങ്കിൽ അടുത്ത ജന്മം ഒരു പൂണൂൽധാരിയായി പിറക്കണമെന്ന് പറയുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെയാണ് മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചത്. മനുഷ്യനെ ഭിന്നിപ്പിച്ച് നേട്ടം കൊയ്യുന്നതിന് തക്കം പാർത്തിരിക്കുന്ന വർഗീയ ശക്തികൾ നമ്മുടെ രാജ്യത്ത് പൊതുവെ മേൽക്കൈ നേടിയിട്ടുള്ള ഘട്ടമാണിത്. അപരമത വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ച് കുപ്രചരണങ്ങൾ നടത്തി സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം തകർക്കാൻ ചിലർ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ബോധപൂർവം കലാപങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന കാലമാണിത്. മതപരമായ ആഘോഷം അക്രമത്തിനുള്ള വേദിയാക്കി മാറ്റുകയാണ്. ഇതിന്റെ ഉദാഹരണമാണ് ഹോളി ആഘോഷത്തിന്റെ പേരിൽ നടന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മതപരമായ ആഘോഷങ്ങളെയടക്കം ഇത്തരക്കാർ അക്രമത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതായി നാം കാണുകയാണ്. ഈ കഴിഞ്ഞ ഹോളി രാജ്യം വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണത്. ആ ഹോളി ആഘോഷവേളയിൽ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങളും ദളിത് വിഭാഗങ്ങളും ആക്രമിക്കപ്പെട്ടത് നാം കാണുകയുണ്ടായി. ചേർത്തലയിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് നൽകിയ സ്വീകരണ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. കൈരളി ന്യൂസ്, കോട്ടയം.